എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ല ഈ ആഗ്രഹങ്ങളെ ഏറ്റെടുക്കുന്നത്. മകനോ മകളോ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിലേക്കല്ല നമ്മൾ അവരെ തള്ളിവിടുന്നത് എന്നുള്ളൊരു കാര്യം. എനിക്കോ പറ്റിയില്ല, എന്നാൽ എൻ്റെ മകനെയെങ്കിലും എനിക്കൊരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എൻ്റെ മകളെങ്കിലും എനിക്കൊരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആക്കണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പം ഈ ആഗ്രഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇപ്പൊ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ച് പലപ്പോഴും അവരുടെ മക്കളെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ വെച്ചുകൊണ്ട് പല പല ഉദ്യോഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പം അത് നമുക്ക് കണ്ടിട്ടുമുണ്ട്, നമ്മൾ കാണുന്നതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ല ഈ ആഗ്രഹങ്ങളെ ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വവും അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ചിലരെങ്കിലും അതിനോട് എതിർക്കാനുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആവാനായിരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ നിർബന്ധിക്കുന്നത് അവരൊരു ഡോക്ടർ ആക്കാനോ അല്ലെ എഞ്ചിനീയർ ആക്കാനോ ആയിരിക്കും. ഇവിടെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് മകനോ മകളോ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിലേക്കല്ല നമ്മൾ അവരെ തള്ളിവിടുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റൊരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അതായത് എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ആഗ്രഹങ്ങൾ, ആ ഒരു ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അവരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഞാനൊരു പ്രൊഫഷന്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി അല്ലെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന കരിയറിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പം ആ ഒരു ആഗ്രഹങ്ങൾ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ മറ്റ് ചില കുട്ടികൾ അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം കുട്ടികൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് നമ്മൾ ഈ ഒരു ഇഷ്ടം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ അത് എല്ലാ മാതാപിതാക്കളും ഒന്ന് ഓർത്തു വച്ചേക്കണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ നിനക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം? നിനക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്? നിനക്ക് എന്ത് ജോലിയായിരിക്കും നിനക്കൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ല നിന്റെ കരിയറായിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം നീ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ജോലിയായിരിക്കും? അല്ലെങ്കിൽ നീ എന്ത് പ്രൊഫഷൻ ചെയ്യുമ്പോഴായിരിക്കും നിനക്ക് ഇഷ്ടമുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അവർക്ക് തുറന്നു പറയുവാനും അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രയത്നിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഇനിയും ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫിനാൻഷ്യലി ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും നമ്മളുടെ മകനോ മകളോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസും നമുക്ക് ചുറ്റുമുണ്ട്. ബാങ്കുകളുണ്ട്, നമുക്ക് ലോൺ തരാനായിട്ടുള്ള ബാങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനായിട്ട് പാടുള്ളതല്ല. കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ പല പല വിവിധ മേഖലകളിൽ ഉന്നതിയിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരൊന്നും ചിലപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവരൊന്നുമല്ല. പക്ഷെ അവരുടെ കഴിവ് കൊണ്ടും അവരുടെ പാഷൻ കൊണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും ഫ്രീഡവും ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ബിസിനസ് എടുക്കുകയാണെങ്കിലും സ്പോർട്സ് എടുക്കുകയാണെങ്കിലും അതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക്കലി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലേക്കായാലും അതേപോലെ എഞ്ചിനീയറിംഗ്, ഡോക്ടറേറ്റ്, അതേപോലെ തന്നെ സിവിൽ സർവീസ്, ഇങ്ങനെയുള്ള ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും ഇപ്പോൾ അതൊന്നും നമ്മൾ നേടിയെടുക്കുന്നത് അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ വെച്ചുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴും നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും ബാക്കിയുള്ള സർക്കംസ്റ്റാൻസസ് കൊണ്ടും നമ്മൾ അവരുടെ ആഗ്രഹങ്ങളെ ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എന്നാൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെയുള്ള ഡിസ്കഷൻസ് നമ്മുടെ ഫാമിലിയിൽ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതേ ആഗ്രഹം തന്നെ ആയിരിക്കണം നമ്മുടെ മക്കൾക്കും എന്ന് വിശ്വസിക്കുന്നിടത്താണ് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും, ഇപ്പോൾ മക്കളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ എതിര് നിൽക്കുകയാണെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടേതായിട്ടുള്ള മാനസിക നിലകൾക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്
ഈ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ്. അപ്പം എപ്പോഴും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അഭിരുചികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് പാഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ടുള്ള ആണ് ആഗ്രഹം എന്നുള്ള കാര്യം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.